അരുൺ, ഒപ്പം തന്നെ ഈ അവിടെ തെരച്ചിൽ 4-ാം ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും കടുവയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള ആളുകൾക്ക് പുരോഗതി എങ്ങനെയാണ്? രതീഷ്, അക്ഷയ, അതായത് കൃത്യമായി കടുവയെ കണ്ടെത്തി ട്രാക്ക് ചെയ്താലേ ദൗത്യം ഓണാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതിൽ ഇന്നലെ വന്ന ഏറ്റവും വലിയ വഴിത്തിരിവായത് കടുവയുടെ സാന്നിധ്യം അവിടെ ഉറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാമറകൾ ഇനി അവിടെ സ്ഥാപിക്കും. 5 ക്യാമറകൾ കൂടി സ്ഥാപിക്കും, ഒരു കൂടി സ്ഥാപിക്കുന്നുണ്ട്. ഇതിലെല്ലാം കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെയാവണം ദൗത്യം എന്ന കാര്യത്തിൽ തീരുമാനിക്കും. ട്രാക്കിംഗ് നമുക്ക് പൂർണ്ണമായും തുടങ്ങാനാവുക കടുവയുടെ സാന്നിധ്യം മേഖലയിൽ പൂർണ്ണമായും അവിടെ ഉറപ്പിക്കാനായാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കടുവയെ കണ്ടെത്തി എന്നുള്ളത് മാത്രം ഒരു സ്ഥിരീകരണമായി വരുന്നുള്ളൂ. കൃത്യമായി കടുവയെ ട്രാക്ക് ചെയ്യുന്ന ഒരു വെല്ലുവിളിയായി അവിടെ തുടരുന്നുമുണ്ട്. ഭൂപ്രകൃതി ഉൾപ്പെടെ അവിടെ ഒരു വെല്ലുവിളിയായി വരുന്നുമുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ദൗത്യത്തിൽ വനംവകുപ്പ് എന്തായാലും പുരോഗമിക്കുകയാണ്. കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ അവിടെ പ്രദേശത്ത് സേനയെ വിന്യസിച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു തെരച്ചിലാണ് വനംവകുപ്പ് നിലവിലുള്ളത്.